ബഹുമാനപ്പെട്ട നടീനടന്മാർ ഒന്ന് ക്ഷമിച്ചേക്കണം. അമ്മ എന്ന് കേരളം നിങ്ങളുടെ സംഘടനയെ ഇനി വിളിക്കില്ല. AMMA എന്നല്ലാതെ ഒരു പരാമർശം ഈ നാടിലെ ജനങ്ങൾ നിങ്ങളെ ഇനി വിളിക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ അൻസിബ ടിനി ടോം വിഷയം വലിയ രീതിയിൽ കത്തുകയാണ്. നീന കുറുപ്പ് അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പരാമർശങ്ങൾ, അടിപടലമാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് അമ്മയിലുള്ളതെന്നാണ്. AMMAയിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളും നടന്നോട്ടെ, നമുക്കത് പ്രശ്നമില്ല. പക്ഷേ ഒരു സമൂഹത്തിന്റെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കലാസൃഷ്ടിയായ സിനിമ എന്ന മാധ്യമത്തിൽ കൃത്യമായി അഭിനേതാക്കളായി നിൽക്കുന്നവർക്ക് ഈ സമൂഹത്തോടുള്ള വലിയൊരു കാഴ്ചപ്പാട്, വലിയൊരു പ്രതിബദ്ധത, ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ആർട്ടിസ്റ്റ് അസോസിയേഷനെ നമ്മൾ എടുത്താലും ഇതുപോലെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. AMMA പരിപൂർണമായി നാശത്തിൽ കിടന്ന് നാശത്തിലേക്ക് പോകുന്നതിന്റെ തെളിവുകളല്ല, കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നാളായി നമുക്ക് നോക്കാം. ദിലീപ് വിഷയത്തിൽ ഈ പറയുന്ന മുഖ്യധാരാ നടന്മാരടക്കമുള്ള ആളുകൾ പേടിച്ചറച്ചോച്ചാനിച്ചല്ലേ നടപടികളിലേക്ക് വന്നത്. ഒരാൾ പോലും ഒരു തരത്തിലുള്ള ശക്തമായ കാര്യങ്ങളിലേക്ക് ആസിഫ് അലിയെ പോലെ, പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളൊക്കെ നിലപാട് പറഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റെന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പാർവതിയും റിമിയും പത്മപ്രിയയും ഒക്കെ ഇന്ന് എവിടെയാണ്? പാർവതിയും റിമ കല്ലിങ്കലും പത്മപ്രിയയും ഒക്കെ ഇന്ന് എവിടെയാണ്? കൃത്യമായി സിനിമയുടെ മുഖ്യധാര രീതിയിൽ നിന്നവരെല്ലാം ഇന്ന് സിനിമയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അവരെല്ലാം വനിതാ സംഘടന രൂപീകരിച്ച് അതിൽ നിൽക്കുന്നു. ഒരു പ്രത്യേക അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ മാത്രം സിനിമ എടുക്കുന്നു, അവർക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു. ആഷിഖ് കപൂറിനെ പോലുള്ള ആളുകൾ വേറെ ഒരു പടത്തിലും അവർ അഭിനയിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. AMMA എന്ന സംഘടനയ്ക്ക് എന്താണ് അതിനകത്തുള്ളൊരു സ്റ്റാൻഡ്? ഒരാൾ പോലും ഇവരുടേതായ ഒരു സംഘടന ഉണ്ടാക്കി ഇവരുടെ കാര്യങ്ങൾക്കും ഇവരുടെ ഷോ ഓഫുകൾക്കും മാത്രമായി ആ സംഘടനയെ കൊണ്ടുപോകുന്നതാണ്. സമൂഹത്തിൽ ഇടപെടൽ നടത്തേണ്ട, സമൂഹത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രതികരിക്കേണ്ട ഒരു സമയത്ത് ഒരാൾ പോലും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന മോഹൻലാലോ മമ്മൂട്ടിയോ പോലും നിശബ്ദമാക്കപ്പെട്ട എത്ര സംഭവങ്ങളുണ്ട്. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ അതിജീവിതയുടെ കൂടെയാണ് എന്ന് പറയുമ്പോഴും, ഇരയുടെ കൂടെയാണ് എന്ന് പറയുമ്പോഴും എത്ര സമയത്താണ് ഇവരുടെ നിലപാട് പറയാതെ നിശബ്ദമായി വേട്ടക്കാരനൊപ്പമാണെന്ന് തോന്നുന്ന രീതിയിൽ ഈ നാടിന്റെ നിഷ്പക്ഷ മനസ്സിനെ സ്വാധീനിച്ചു പോയത്? AMMA വെറും കെട്ടുകാഴ്ചയും കൂട്ടവുമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ മലയാള സിനിമയ്ക്ക് കറ ഏൽപ്പിക്കുന്ന, പോറലേൽപ്പിക്കുന്ന ഒരു സംഘടന കൂടിയായിപ്പോയി. സിനിമയോടുള്ള ആളുകളുടെ സമീപനം പോലും മാറിപ്പോകാൻ AMMAയിലെ നിരവധി വിഷയങ്ങൾ സമീപകാലങ്ങളിൽ, വർഷങ്ങളിൽ നടന്നത് കൃത്യമായ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകൾ സിനിമയെ തിരിച്ചറിഞ്ഞു, സിനിമാക്കാരുടെ യഥാർത്ഥ രീതി തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ AMMAയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ഈ നാടിന് അറിയാനായി സാധിച്ചു.